ശ്രീ രാജു പി നായർ, ഇതിലൊരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതൃപ്തി അറിയിച്ചു എന്നൊരു കാര്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതൃപ്തി എന്തിനാണ് അറിയിക്കുന്നത്? അദാനി കമ്പനി സർക്കാർ ഈ എഗ്രിമെന്റിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തു, അതാണല്ലോ കരാർ ലംഘനം എന്ന വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ല, എന്തായാലും അങ്ങ് ഇപ്പൊ ചോദിച്ചത് MSC കമ്പനിയോടുള്ള എതിർപ്പ് മാറും സ്മൃതി. നമുക്ക് MSC കമ്പനിയോടുള്ള ഇവർക്കുള്ള എതിർപ്പ് ഇപ്പോഴല്ലല്ലോ. MSC കമ്പനിയല്ലേ ഈ നമ്മുടെ ആലപ്പുഴക്കടുത്ത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലൊരു ഷിപ്പ് മുങ്ങുകയും അതിന്റെ പാരിസ്ഥിതിക ആഘാതം കേരളത്തിലുണ്ടായത്. അന്ന് പ്രതിപക്ഷം അവർക്കെതിരെ FIR ഇടാത്തതിന് എത്ര നമ്മൾ ചർച്ച നടത്തിയതാ. ഇത്രയും മൃദു സമീപനമായിരുന്നു MSC എടുത്ത്. ഈ അദാനി 10 വർഷം ഉള്ളതിൽ ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് അവിടെ കണ്ടെയ്നർ ട്രാഫിക് നടക്കുന്നിടത്ത് 99.9% വന്നത് MSCയുടെ കണ്ടെയ്നറുകളും ഷിപ്പുകളുമാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ MSCയോട് ഇവർക്ക് എതിർപ്പൊന്നുമില്ല. MSC ഇവർക്ക് ഏറ്റവും വലിയ ചങ്ങാതികൾ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈ കോൺക്ലേവിൽ ഉൾപ്പെടെ MSC വന്ന് ഈ ചർച്ച തുടങ്ങിയെന്ന് പറഞ്ഞത്. ഇപ്പം നോക്കൂ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അവരുടെ വാദം മുഖ്യമന്ത്രി പറഞ്ഞ ദേശാഭിമാനി പത്രം. ഒന്നാമത്തെ കാര്യം, ദേശാഭിമാനി എന്ന് പറയുന്നത് CPMന്റെ മുഖപത്രമാണ്. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് അവിടെ വന്നപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനി അത് ആദ്യത്തെയാണോ മൂന്നാമത്തേന്നാണ് തർക്കമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ആദ്യത്തെ ആയിട്ടായിരിക്കും. മൂന്നാമത്തേന്ന് ഇവർ വാദിക്കുന്നു 1-2 പത്രങ്ങൾ കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു ചോദ്യം, അപ്പൊ ദേശാഭിമാനി പത്രം എഴുതുന്നത് ആണോ? അല്ല, എൻ്റെ ചോദ്യം ഇതാണ്, ദേശാഭിമാനി പത്രം വാർത്ത എഴുതുന്നത് മാതൃഭൂമി പത്രം നോക്കിയിട്ടാണോ? അങ്ങ് ഇടപെടുന്നില്ല ഇപ്പോ. ശരി, അപ്പൊ ആ ചോദ്യത്തിന് മറുപടിയില്ല. ഇനി CPM ദേശാഭിമാനിയെ തള്ളി പറഞ്ഞപ്പോലും എഴുതിയ എന്നോട് ചോദ്യം മനസ്സിലായില്ല. നോക്കൂ, അല്ല, ദേശാഭിമാനിയിൽ വാർത്ത വന്നത് മാതൃഭൂമിയും എക്കണോമിക് ടൈംസും നോക്കിയിട്ടാണോ എന്ന് എന്റെ ചോദ്യം ദേശാഭിമാനി വാർത്ത എഴുതുന്നത് മാതൃഭൂമി പത്രം നോക്കിയിട്ടാണോ? അതിനാണോ? ഓരോ പത്രത്തിനും അവരുടേതായ സോഴ്സ് പറഞ്ഞു വന്നതിന്റെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതിനെ കുറിച്ച് അല്ലല്ല ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്ന് കൂട്ടിക്കോ. കേക്കൂ. അങ്ങ് ഇപ്പൊ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എക്കണോമിക് ടൈംസിലും മാതൃഭൂമിയിലും വന്ന വാർത്തയെ കുറിച്ചാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം, ദേശാഭിമാനി വാർത്ത എഴുതുന്നത് ഈ മാതൃഭൂമി പത്രവും എക്കണോമിക് ടൈംസും നോക്കിയിട്ട് അതിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണോ? ആണോ? അങ്ങ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാഭിമാനി ഓരോ മാധ്യമങ്ങൾക്ക് പ്രശ്നമില്ല. ഓരോരുത്തർക്കും അവരുടേതായ സോഴ്സ് പത്രത്തിന് തെറ്റുപറ്റിയെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. CM കള്ളം പറഞ്ഞു. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് CM കള്ളം പറഞ്ഞു. അതിലെ പ്രശ്നം ആദ്യം കൊടുത്തു എന്ന് പറഞ്ഞത് തെറ്റായി പോയി. ശ്രീ രാജു പി നായർ ആദ്യം കൊടുത്തു എന്ന് പറയണ്ടായിരുന്നു. സ്മൃതി, ഞാൻ കിട്ടിയ ഇൻഫർമേഷൻ കൂട്ടിക്കോ. സ്മൃതി, എന്തായാലും ആദ്യം നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് എന്താണ് നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങളുടെ ആരോപണങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കുക. അങ്ങ് ദേശാഭിമാനി ഇപ്പൊ പിന്തുണയ്ക്കുകയും മുഖ്യമന്ത്രി ഗോവിന്ദൻ ദേശാഭിമാനി തള്ളി പറയുകയും ചെയ്തു. അങ്ങനെ ഗോവിന്ദൻ ദേശാഭിമാനിയെ തള്ളി പറഞ്ഞപ്പോൾ ആ എഴുതിയ സുനീത് ജോ എന്ന് പറയുന്ന ലേഖകന് അല്പം ആത്മാഭിമാനം ബാക്കി ഉണ്ടായി കാണണം. അതുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഡീൽ സംബന്ധിച്ചൊരു പുകഴ്ത്തലുമില്ല. മുഖ്യമന്ത്രി സതീശിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഞാൻ എഴുതിയ പഴയ വാർത്തയും പൊക്കിപ്പിടിച്ച് വരണ്ട. ഓഹരി കൈമാറ്റത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായി അറിഞ്ഞപ്പോൾ വാർത്ത കൊടുത്തു എന്നത് മാത്രം. അപ്പോ VD സതീശൻ പറഞ്ഞ ആദ്യത്തെ പത്രം എന്നുള്ളത് ശരി, അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ദേശാഭിമാനി ലേഖകൻ ഇത് അറിഞ്ഞു എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ ദേശാഭിമാനി ലേഖകൻ ഇതിനു മുമ്പ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് അറിഞ്ഞു? സ്മൃതി, 13,000 കോടി രൂപയുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഒരു ഷിപ്പിംഗ് കമ്പനിയും അദാനിയും തമ്മിൽ നടക്കുന്ന ഒരു ഡീല് 30 ദിവസം കൊണ്ട് നടക്കാവുന്ന ഒരു ഡീലാണെന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവോ? എത്രയോ ക്രിട്ടിക്കൽ ഡാറ്റ പോകണം. ആ പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കണ്ടെയ്നർ ട്രാഫിക്, ഷിപ്പിന്റെ ട്രാഫിക്, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ക്രിട്ടിക്കൽ ഡാറ്റ എത്രമാത്രം MSCക്കും ഇവർക്കും പോയെങ്കിൽ മാത്രമാണ് അവർക്കൊരു ഡീലിലേക്ക് എത്താൻ സാധിക്കുക. സതീശൻ പോയ വഴി അദാനിയെ കണ്ട് ചായ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് വേഗം തന്നെ എന്നാ അദാനിയും MSCയും കൂടി നിങ്ങളൊരു ഡീൽ ഉണ്ടാക്ക്, വേഗം ഒരു പേപ്പർ എടുക്ക്, ഒപ്പിട്ടോ എന്നാണോ നടക്കുന്നത്?
അല്ലല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് വിഴിഞ്ഞത്തെ മാനേജ്മെന്റ് ഉൾപ്പെടെ ഉള്ള മുഴുവൻ ഡാറ്റയും പോകുന്ന ഉൾപ്പെടെ ഉള്ള അറിഞ്ഞുകൊണ്ട് ഇവർ തുടങ്ങിയിരുന്നു എന്നുള്ളത് കാര്യം സ്പഷ്ടമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 5(3) ക്ലോസിന്റെ ലംഘനം ശരിയാണ്. ഇവർ പറയുന്ന പ്രയർ ഇതുണ്ട്. ആ പ്രയർ ഇൻഫർമേഷൻ എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം എന്താ, ഈ ഡീല് നടന്നിട്ടില്ല. അവർ തമ്മിലൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അവരതിനു വേണ്ടിയിട്ടുള്ള ക്ലിയറൻസുകൾ എടുക്കണം. ഡീല് നടന്നിട്ടില്ല. ആരെങ്കിലും ആരോടെങ്കിലും പോയി സംസാരിക്കുമ്പോൾ സർക്കാരിനെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ അത് ഡിബേറ്റബിൾ ആണ്. അത് ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കട്ടെ. ഇന്ന് മുഖ്യമന്ത്രി കരാറിന്റെ ലംഘനത്തെ സംബന്ധിച്ചുള്ള സംശയം എന്താ പറയുന്നത്, ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായതിനു ശേഷം അവർ സെബിയെ അറിയിച്ച് അവർ മറ്റ് നടപടിക്രമങ്ങൾ കാണിച്ച് കേരള സംസ്ഥാനത്തിന് അവർ കത്ത് നൽകി. ആ കത്ത് പരിഗണിച്ച് അതിന് അനുമതി കൂടി കൊടുക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഡീല് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായിരുന്നു ഇത്രയും ദിവസത്തെ ഇവിടുത്തെ വാദം? ഡീല് നടന്നു കഴിഞ്ഞു, ഇല്ലേ? ഡീല് നടന്നു കഴിഞ്ഞു. ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടു. ഉടമസ്ഥാവകാശം നഷ്ടപ്പെടാൻ പറ്റുമോ? ഉടമസ്ഥാവകാശം ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. കാരണം ഉടമസ്ഥാവകാശം കേരള സർക്കാരിനാണ്. അവിടെ നടത്തിപ്പുകാരായിട്ടുള്ള അദാനിക്ക് അവരതിൽ നിന്നുള്ള 49 ഷെയർ കൊടുത്താൽ പോലും അദാനിയുടെ കൺട്രോൾ പോലും പോകുന്നില്ല. തീർച്ചയായും അതാണ് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ശ്രീ ഏലിയാസ് ജോൺ വളരെ വിശദമായി പറഞ്ഞിരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.